ഹലോ എവ്രി വൺ, ദിസ് ഇസ് സുജിത് ഭക്തൻ ഫ്രം ടെക് ട്രാവലീറ്റ് ആൻഡ് ഞാനിപ്പോൾ പോകുന്നത് ഇല്ലിക്കൽ കല്ലിലേക്കാണ്. കോട്ടയം ജില്ലയിലെ ഒരു ബൂമിംഗ് ആയിട്ട് വരുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഇല്ലിക്കൽ കല്ല് എന്ന് പറയുന്നത്. വളരെ മനോഹരമായ ഒരു വ്യൂ കിട്ടുന്ന ഒരു വലിയ പാറയാണ് ഇല്ലിക്കൽ കല്ല്. ഞാനിപ്പോൾ ഉള്ളത് പോകുന്ന വഴിക്ക് നമുക്ക് കയറി വരുന്ന വഴിക്ക് ഇവിടെ കാണാം രണ്ട് പാറ ഇങ്ങനെ പാറ കഷ്ണം ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന പോലെ ഒരു ബോർഡ് കാണാം. റോക്ക്ഫോർട്ട് ഗാർഡൻ എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കാണാം. ഹെൽത്ത് കേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഡോക്ടർ അനീഷാണ് ഇതിൻ്റെ ആള്. അപ്പം ഹീസ് മൈ ഫ്രണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് കയറി. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഇപ്പോൾ ഇവിടെ അടുത്ത് ഞങ്ങൾ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ കാണാനായിട്ട് പോവുകയാണ്. ആൻഡ് ലെറ്റ്സ് ജസ്റ്റ് എക്സ്പ്ലോർ ദിസ് ഇല്ലിക്കൽ കല്ല്. ഞങ്ങളിപ്പോൾ ഉള്ളത് കണ്ണാടിപ്പാറയാണ്. ഇവിടെ ഒരു ഓഫ് റോഡ് അടിപൊളി ഒരു ഡ്രൈവ് കഴിഞ്ഞാണ് ഇങ്ങോട്ട് വന്നത്. ജസ്റ്റ് താഴോട്ട് ഇറങ്ങി പോകുന്നത്. നമുക്ക് ഇവിടെ താഴെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്, ഒന്ന് പോയി നോക്കിയിട്ട്. നമ്മളിവിടുന്ന് ഡ്രോണേ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് നിർത്തി വിട്ടു. ആ വീഡിയോക്കകത്തുണ്ട്. ഇല്ലിക്കൽ കല്ല് പോകാൻ വന്നതാണ്. അപ്പോൾ അതിനടുത്ത് കണ്ണാടിപ്പാറ എന്ന സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ പോയത്. നമ്മുടെ കൊണ്ടുപോയത് നമ്മുടെ ഇവിടുത്തെ ഡോക്ടർ അനീഷാണ്. അപ്പോൾ ഇല്ലിക്കൽ കല്ല് പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് ഒരു റോക്ക്ഫോർട്ട് ഗാർഡൻ, അതായത് ഹെൽത്ത് കേഷൻ എന്ന് പറഞ്ഞ പേരിൽ ഒരു റോക്ക്ഫോർട്ട് ഗാർഡൻ ഒരു പ്രോപ്പർട്ടി കാണാം. വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. നിങ്ങൾക്ക് ഡേ ആക്ടിവിറ്റീസ്, ട്രക്കിങ് അടക്കം കുറേ കാര്യങ്ങൾ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്കൊരു ജീപ്പ് സഫാരിയൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് സ്പോർട്സ് കാണാൻ വന്നതാണ്. അപ്പോൾ കണ്ണാടിപ്പാറ പോയിട്ട് ഞങ്ങൾ തിരിച്ച് പോവാണ്. ഇവിടെ ഒരു കിണറുണ്ട്. ഇവിടെ വെച്ച് ഒരു ജസ്റ്റ് 2 അടി ഒരു എന്താ പറയുക ആഴമുള്ളൊരു ഉറവയാണത്. ഇവിടെ പാറയുടെ മേളിലാണെന്ന് പറഞ്ഞു. We are on the way to ഇല്ലിക്കൽ കല്ല്. അപ്പോൾ ഇവിടെ രാവിലെ 8 മണി മുതൽ 6 മണി വരെയാണ് പ്രവേശനമുള്ളത്. 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീപ്പിൽ കയറി മുകളിലോട്ട് പോകാം. ഇല്ലാന്നുണ്ടെങ്കിൽ 10 രൂപ എൻട്രൻസ് ഫീ കൊടുത്താൽ നടന്ന് കയറി പോകാം അല്ലേ? യെസ്. പിന്നെ വണ്ടി പാർക്ക് ചെയ്യുന്നതിന് ഒരു ചെറിയ ഫീസ് ഉണ്ട്. DTPC ആണത് മാനേജ് ചെയ്യുന്നത്. വൈകിട്ട് വരാൻ ശ്രമിക്കുക. ഇറ്റ് വിൽ ബി വെരി ഗുഡ്. പ്രോബ്ലി ആഫ്റ്റർ 4 മണിക്ക് ശേഷം വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് ജീപ്പിൽ കയറി പോകണം. നടന്നു പോകേണ്ടവർക്ക് നടന്നു പോവുകയും ചെയ്യാം. ഇപ്പോൾ ജീപ്പിൽ കയറി പോകണം, അതാണ് നല്ലത്. അപ്പോൾ എന്തായാലും ഞങ്ങളിപ്പം ജീപ്പിൽ കയറി മേലോട്ട് പോകാൻ പോകണം ഇല്ലിക്കൽ കല്ല് കാണാനായിട്ട്.
ജീപ്പിൽ കയറി ഇവിടെ വന്ന് ഇറങ്ങണം. ഇവിടെ നിന്ന് ഇനി മേളിലോട്ട് ഒരു ലേശം നടന്ന് കയറിയാൽ മേളിൽ ഇല്ലിക്കൽ കല്ല് വരെ എത്തും. അപ്പോൾ ഇല്ലിക്കൽ കല്ല് കണ്ടിട്ട് തിരിച്ച് താഴോട്ടിറങ്ങി പോവുകയാണ്. നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. ഇപ്പോൾ ചെറിയൊരു ഡ്രിസ്ലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എന്തായാലും കാര്യമായിട്ട് മഴ പെയ്തില്ല, ചെറിയൊരു ചാറ്റലേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും വി ആർ ഗോയിങ് ഡൗൺ. എങ്ങനെയുണ്ട് ഇല്ലിക്കൽ കല്ല്? അടിപൊളി. അപ്പോൾ ഇല്ലിക്കൽ കല്ലിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇല്ലിക്കൽ കല്ലിൻ്റെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ടെക് ട്രാവൽ ചെയ്യുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ കിട്ടില്ലൻ അടിപൊളി യാത്രാ വീഡിയോസുമായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.